ഞാൻ നോക്കിക്കേ, ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് ഇവിടെ ഭയങ്കര മഞ്ഞ് വീഴ്ച കേട്ടാ. അപ്പോൾ നേരം വെളുത്തിട്ട് സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയപ്പോൾ 7 മണിയാകുമ്പോൾ അങ്ങനെ നേരം വെളുക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് നേരം വെളുത്തേക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നോ വീണെടുക്കുമ്പോൾ നല്ല വെട്ടമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ആയിരുന്നാലും നമ്മൾ പുറത്തേക്കൊക്കെ നോക്കുമ്പോഴായിരുന്നാലും നല്ല വെട്ടം ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പോഴും എന്താ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉച്ച വരെ വീഴും കേട്ടോ മഞ്ഞ്. ഇതാ നോക്കിക്കേ, ഇത് നമ്മളെ പൂച്ചക്കുട്ടികൾ നടന്നേക്കണ അവരുടെ കാൽപ്പാടുകളാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്നോ വന്ന് മൂടുമ്പോൾ പിന്നെ അത് പോകും. ഇതൊക്കെ അവരുടെ കാൽപ്പാടുകളാട്ടോ. പിന്നെ അവരിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ തന്നെ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് അവരങ്ങോട്ട് പോയി. ഇപ്പോൾ ഇവിടെ കാണാനില്ല ആരെന്നെയും. ഇതാ നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ വർഷവും നിങ്ങളെന്നെ മഞ്ഞ് വീഴുമ്പോൾ നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ. ഇതാ നോക്കിക്കേ, ഈ മരത്തിൻ്റെ കൊമ്പുമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ മഞ്ഞ് പിടിച്ചിരിക്കുമ്പോഴേ നല്ല ഭംഗിയാണ്. എൻ്റെ സൗണ്ട് ചിലപ്പോൾ അടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ചെറിയ നീരുവീഴ്ചയും പനിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സാധാരണ നീരുവീഴ്ചയും പനിയൊന്നും വരാറില്ല കേട്ടോ. കുറേ നാളുകൾ എത്തിയിട്ടാണ് ഇന്നലെ തുടങ്ങിയതാണ്. നല്ല മേലുവേദന ഉണ്ടായിരുന്നു. പോൾസാറിൻ്റെ ഓഫീസിൽ പോയപ്പോൾ ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്. ഭയങ്കര തുമ്മലും പിന്നെ ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു പോൾസാറിന്. അപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് പനി കിട്ടുമായിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ബോഡി പെയിനാണ്, ചുമയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം പിന്നെ കഫ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കുഴപ്പമില്ല. അയ്യോ അതിൻ്റെ മുകളിൽ ഒരു കിളി വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കിളികളൊക്കെ ഇവിടെ കിടന്നിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഈ സ്നോ വീഴുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുഞ്ഞു കുരുവികളാണ്. അവർക്ക് സ്നോ വീഴുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്നോയിൽ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊക്കെ ആയിരുന്നാലും ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ചെറിയ കുട്ടികൾക്ക് മഴയത്തൊക്കെ പോയി കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള. എനിക്ക് എപ്പോഴും ഈ കിളികൾ കിടന്നിട്ട് ഈ മരത്തുമ്പോൾ ഈ മഞ്ഞിൻ്റെ സമയത്ത് ഇങ്ങനെ കിടന്ന് ഓടണ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവർ കിടന്ന് കളിക്കുന്നതാണ്. അതാന്ന് നോക്കിക്ക് എല്ലാ മരത്തുമ്പോൾ ഉണ്ട് കേട്ടോ. നിറച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഫുള്ള്. നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെയുള്ള ആ മരത്തിന് മാത്രമല്ലേ പച്ച കളറുള്ളൂ, അതുമേ പിടിച്ച് നിൽക്കുന്നുണ്ട്. എൻ്റെ ഫോണുമേക്ക് നന്നായിട്ട് ഐസ് വീഴുന്നുണ്ട്. ഇതെല്ലാ മരത്തുമേന്ന് ഞാനും ഫോക്കസ് ചെയ്തിട്ട് കേട്ടോ. എന്താ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴുണ്ടല്ലോ നല്ല ഭംഗിയാണ്. എൻ്റെ ചിമ്പുമോൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിളിക്കട്ടെ കേട്ടോ അവനെ. ചിമ്പു അവിടെ മരത്തുമേന്ന് സ്നോ വീഴുന്നുണ്ട്. അത് നോക്കിയിട്ട് ഇരിക്കുക. അവനിഷ്ടമാണ് സ്നോയിൽ കളിക്കുന്നത്. ചിമ്പോ ഓടി വാ, ഇതാ വരുന്നു ചിമ്പൂട്ടാ, വാടാ. അവന് നേരത്തെ ഞാൻ അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവനകത്ത് നിൽക്കാൻ ഇഷ്ടമുണ്ടായില്ല. പിന്നെ വാതിലിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അവന് ഞാൻ പുറത്തേക്ക് തുറന്നു വിട്ട്. ഇതാ നോക്കിക്കേ, ആ റോസാപ്പൂ നോക്കിക്കേ, അവിടെ റോസാപ്പൂ നിൽക്കുന്നതാട്ടാ. അതുമാ ഐസ് പിടിച്ചിട്ട് ഇതാ നോക്കിക്കേ. ചിമ്പോ ഇങ്ങോട്ട് വാ, ചിമ്പൂട്ടാ. നീ വരുന്നില്ല, അതവിടെ നിൽക്കുന്നുണ്ട്. ഇതേ നമ്മുടെ കാജൽ അവിടെ കിടന്ന് ഓടണുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ മഞ്ഞൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴീനെയൊക്കെ തുറന്ന് ഇടാനും പോകാനൊക്കെയും ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഐസായി. ഇനിയിപ്പോൾ ഞാൻ വെള്ളം തണുപ്പ് കാലം തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മൾ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പുറത്തേക്കാണ് നടക്കട്ടെ കേട്ടോ. ഇത് ഞാൻ ഇന്ന് വീട്ടിൽ കിട്ടിയിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു പാൻറ്റൊക്കെ എടുത്തിട്ട് വേറെ വലിയതായിട്ട് ഞാൻ ഡ്രസ്സ് മാറിയില്ല. പക്ഷേ ഞാൻ ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇനി നീരുവീഴ്ച കൂടണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാ നടക്കണത് കാണിക്കട്ടെ കേട്ടോ. എൻ്റെ ഡ്രസ്സ് നല്ല രസമുണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങാനാണ് ഏറ്റവും പാടുണ്ടാവുക. കാരണം ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കണേ കണ്ട. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ ഇരുന്നിട്ട് ഐസാവും. അപ്പോഴാണ് ഇത് തെന്നി വീഴാം. നമ്മൾ നോക്കി നടന്നില്ല എന്ന് വെച്ചാൽ തെന്നി വീഴും. പക്ഷേ ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ തെന്നി വീഴില്ല കണ്ട. ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ സ്നോമാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. കാരണം ഇത് കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇപ്പം ആവും. അമ്പമ്പ ഫുള്ള് അതുമേന്ന് ഇടിഞ്ഞുകൊണ്ട് വീണു. ഇതാ ഇവിടെ ചിമ്പു നോക്കരുത്. അതിങ്ങനെ അതുമേന്ന് വീണിട്ട് ആ റോസാപ്പൂ നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ കുറേ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മരത്തുമേന്നൊക്കെ ഇടിഞ്ഞുകൊണ്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ട് സ്നോ. അയ്യോ, അതേമാതിരി സ്നോ വീഴുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പുറത്തേക്ക് വല്ല പണിക്കൊക്കെ പോകുമ്പോൾ പാട്. സാധാരണ ഇവിടെ അങ്ങനെ പുറത്ത് അങ്ങനെ ആർക്കും പണികളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ കോഴികളോ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളത്. നമ്മുടെ പൂച്ചക്കുട്ടികളുടെ കാൽപ്പാടുകളായിട്ട് ഈ കാണുന്നത്.
അമ്മ ഇപ്പം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ചിമ്പൂസി അത് നമ്മുടെ ചിമ്പൂട്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, പനിയിരിക്കാൻ തോന്നും. പിന്നെ ഇതാ ഈ മരത്തുമ്മയ്ക്ക് നോക്കിയേ, അതൊന്ന് കുടഞ്ഞാലോ? കുടയട്ടെ കേട്ടോ. അവിടെ നമ്മുടെ ചെറിയ വീടൊക്കെ നോക്കിക്കേ, അവിടെയൊക്കെ സ്നോ വീണോണ്ടിരിക്കട്ടെ. അതിൻ്റെ മുകളിലൊക്കെ നിറച്ച് സ്നോ വീണിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മഴ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ മഞ്ഞ് വീണതൊക്കെ പോവുമായിരിക്കും. മഴ പെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായി. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ കോരി മാറ്റേണ്ട വരും. ഇത് ടേബിളുമ്മൊക്കെ നോക്കിക്കേ, എന്തോരം കനത്തിലാണ് അത് വീണെടുക്കണേന്ന് നോക്കിക്കേ. ഇത് നമ്മുടെ മറ്റേ റെഡ് കളർ നമ്മുടെ ഒരു ചെയറുണ്ടല്ലോ, അമ്മയ്ക്ക് മഞ്ഞ് പിടിച്ച്. ഇതൊക്കെ ചട്ടികളൊക്കെ നോക്കിക്കേ. പക്ഷെ നമ്മുടെ മുരിങ്ങേനൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ഞാൻ എന്താ ഇടാന്ന് അറിയില്ല. എന്താന്ന് നോക്കിക്കേ, നമ്മുടെ തോട്ടങ്ങളെല്ലാം പോയിട്ടോ. ഇത് നമ്മുടെ മുന്തിരി കേട്ടോ. ഇതാ നമ്മുടെ വീട് നോക്കിക്കേ, മഞ്ഞിൽ കുളിച്ച് നിൽക്കണം നമ്മുടെ വീട്. താറാവിനെ വേണ്ടി നമുക്ക് നയിച്ചിടാം. അവർക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ കോഴീനെ താറാവിനെ നമുക്ക് നയിച്ചിടാം. അവർക്ക് ഈ താറാവുകൾക്ക് വലിയ ഇഷ്ടമാണ് ഈ സ്നോയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരേ നയിച്ചിടാം. ബെ കോഴിപ്പെണ്ണങ്ങൾ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. മഞ്ഞ് വീഴ്ച ചെയ്തുകൊണ്ടേ അവരാരും അങ്ങനെ അത്ര ഇതായിട്ട് വരില്ല. എല്ലാവരും പൊക്കത്തുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ താറാവ് കുഞ്ഞുങ്ങൾ ഇതാ വരുന്നുണ്ട്. അവർക്ക് വലിയ ഇഷ്ടമാണ് സ്നോ വീണുണ്ടെങ്കിൽ, ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് അങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നണം. അവരുടെ കാലിൻ്റെ ഇതുണ്ടല്ലോ, അവരുടെ കാൽപാദത്തുമ്പോൾ എനിക്ക് തോന്നുന്നു തണുപ്പ് അങ്ങനെ പിടിക്കില്ല എന്ന് തോന്നും. വലിയ ഇഷ്ടമായിട്ടുണ്ട്. ഇനി നീന്തിയും കുളിച്ചൊക്കെ പോകുക അവർ. സ്നോയിലൊക്കെ കുളിക്കലും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നോ പൊക്കോ. നീ വരുന്നുണ്ട്, ഇനിയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി സ്നോ കുത്തി തിന്നെന്താണ് ഈ കാണുന്നത്. കേറിക്കോ ബാ. കോഴികൾ അങ്ങനെ അത്ര പെട്ടെന്ന് ഇറങ്ങില്ല. എനിക്കറിയാം അവർ ഇറങ്ങില്ല എന്ന്. അവർക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല തണുപ്പൊന്നും. ഇന്ന് പതിവില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ അയച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊരു സംശയം, ചൂട് തുറന്ന് നീന്തി പോണോക്കി. അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്നോ ഒക്കെ വീണതുകൊണ്ട് തന്നെ റോട്ടിൽ ഇപ്പോൾ പോയ വണ്ടി ഉണ്ടല്ലോ, നേരത്തെ ഒരു വണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ റോട്ടിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് മാറ്റാൻ വേണ്ടിയിട്ട് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അങ്ങനെ സ്നോ വീണ സമയത്തൊന്നും അത്രയ്ക്ക് അധികം ആൾക്കാരൊന്നും അങ്ങനെ വണ്ടി ഓടിക്കില്ല. അത്രയ്ക്ക് വലിയ അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രമേ രാവിലെ എഴുന്നേറ്റ് പോകുള്ളൂ. പിന്നെ ഇന്ന് സൺഡേ ആട്ടോ അവിടെ. അപ്പോൾ ഇന്ന് അവധി ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും സുഖമായി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയാലോ. ഇവിടെ ഒന്നും ആരും നടന്നിട്ടില്ല കേട്ടോ. അത് അങ്ങോട്ട് നോക്കിക്കേ, അത് ഞാൻ നടന്നു വന്ന വഴി കേട്ടോ. അതാ നോക്കിക്കേ. ഇത് നമ്മുടെ മറ്റേ ഡോഗൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മരം ഉണ്ടായിരുന്നില്ലേ, ആ മരം കേട്ടോ. അതുമൊക്കെ ഐസ് പിടിച്ചിരിക്കണ നോക്കിക്കേ. ഞാൻ നോക്കിക്കേ, ശരിക്കും നല്ല എന്തോ ഒരു വെള്ള കളറല്ലേ. എനിക്ക് തോന്നുന്നു ഡൽഹിയിലൊക്കെ ചിലപ്പോൾ സ്നോ വീണിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പൊല്യൂഷനും ഒക്കെയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഇങ്ങനെ സ്നോ വീണിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വെള്ള കളർ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണത്. ഇത് നല്ല വെള്ള കളറായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറ് നോക്കിക്കേ, കാറിൻ്റെ എത്തേ വരെ മഞ്ഞ് വീണിട്ടുണ്ട്. ഇന്ന് അലീനയും പിന്നെ നീനയും ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇനിയിപ്പോൾ ഒരു മാസം വെക്കേഷനാണ്. അപ്പോൾ അവർ ഇന്നലെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ കിടന്ന് ഉറങ്ങാം, ആരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ മാത്രമേ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നുള്ളൂ.
ഇന്നലെ എനിക്ക് മേലുവേദന എടുത്തിട്ട് അനങ്ങാൻ വയ്യാണ്ട് കിടക്കായിരുന്നു. നീനെ തൊട്ട് നോക്കി പറയണ്ടായിരുന്നു അയ്യോ മമ്മീനെ എന്തോരം ചൂടാ മമ്മീന്. പക്ഷെ ഇന്ന് എനിക്ക് അത്രയ്ക്ക് തന്നെ കുഴപ്പമില്ല. അപ്പോൾ റോട്ടിലൊക്കെ ആയിരുന്നാലും അത്രയ്ക്ക് അധികം അങ്ങോട്ട് സ്നോ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും കുറച്ചും കൂടി അതൊക്കെ നോക്കി ഇതെങ്ങനെ മരത്തുമേന്ന് ഇങ്ങനെ വീടും താട്ടത് ഇതാ വീഴുന്നു അടുത്തത് ഞാൻ വീഴുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് ഞാനിപ്പോൾ റോഡിൻ്റെ ഇവിടേക്ക് വന്നതാട്ടോ. എന്താ റോട്ടിലൊന്നും അങ്ങനെ സ്നോ ഇല്ല. ഈ റോട്ടിലേക്ക് പിന്നെ എപ്പോഴും ഇതാ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അധികം വണ്ടികളൊന്നും പോകണമൊന്നുമില്ല. സ്നോ മാറ്റുന്ന വണ്ടികൾ എപ്പോഴും പോകും, ഇപ്പോൾ കാണുന്നില്ല. അത് ഈ വണ്ടിക്ക് നോക്കിക്ക് ഭയങ്കര പതുക്കെ പോകണത്. കാരണം നല്ല സ്പീഡിൽ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റോഡൊക്കെ ഭയങ്കര സ്ലിപ്പറി ആവും കേട്ടോ. പിള്ളേർ കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയ സമയത്ത് അവിടെ അവർ ബിങ്ഹാംപ്ടണിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും സ്നോ വീഴും. അപ്പോൾ അലീന പോണ സമയത്ത് അന്ന് സ്നോ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ വണ്ടി എത്ര പതുക്കെ ഓടിച്ചിട്ട് പോയാലും ചില സമയത്ത് വണ്ടി സ്ലിപ്പറി ആവും. ഒരു പ്രാവശ്യം അവളുടെ വണ്ടി ആദ്യമായിട്ടാണ് അവൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. സാധാരണ സ്നോയിൽ അങ്ങനെ ഓടിക്കാറില്ല. അപ്പോൾ വണ്ടി ബ്രേക്കൊന്നും പിടിച്ചാൽ കിട്ടില്ല, നമ്മൾ പിടിക്കണോടത്തൊന്നും നിൽക്കില്ല. ഒരു പ്രാവശ്യം വണ്ടി സ്ലിപ്പായി പോയി. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഓടിക്കേണ്ട, അവിടെ എങ്ങാനും വണ്ടി പാർക്ക് ചെയ്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അവർ പിന്നെ 2 പേരുണ്ടല്ലോ വണ്ടിയിൽ, പിന്നെ ഭയങ്കര പതുക്കെ വണ്ടി ഓടിച്ച് പിന്നെ അവിടെ എത്തി. കാരണം സ്നോയിലൊക്കെ വണ്ടി ഓടിക്കൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം നമ്മൾ വിചാരിക്കണോടത്ത് കിട്ടില്ലേ. എനിക്കും ഒരു പ്രാവശ്യം അങ്ങനെ വണ്ടി അതാട്ടോ സ്നോ മാറ്റുന്ന വണ്ടി. എനിക്കും ഇവരേനെ പണ്ട് സ്കൂളിലാണ് കണ്ട ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴുണ്ടല്ലോ എനിക്കും അങ്ങനെ വണ്ടി സ്ലിപ്പറിയായി. കാരണം നമ്മൾ ബ്രേക്കുമൊന്നും പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വണ്ടി പോണ സ്ഥലത്തേക്ക് ആ വണ്ടി ഇങ്ങനെ തെന്നി പോകും, നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്നോ ഒക്കെ വീഴുമ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമുള്ള ആൾക്കാർ മാത്രമേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണവരോ ഡോക്ടർമാരോ അങ്ങനെ ഭയങ്കര എമർജൻസി, അവർ മാത്രമല്ല വേറെ എമർജൻസി ആയിട്ട് അങ്ങനെ അത്യാവശ്യമുള്ളവർ മാത്രമേ അങ്ങനെ സ്നോ ഒക്കെ വീഴുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോവുള്ളൂ. ആ മരത്തിമൊക്കെ ഉണ്ട് നിറച്ച്. അതാണ് നമ്മുടെ സ്നോ. ഞങ്ങളുടെ ബാക്കിലേക്കും കൂടിയിട്ട് ഞാനൊന്ന് പോയിട്ട് കാണിക്കാം കേട്ടോ. ഈ വണ്ടിയുമൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും നിങ്ങളെ ഞാൻ അത് കാണിക്കുന്നതാ. അമ്പ നമ്മുടെ കുഞ്ഞുമോ വന്നിരിക്കണോ നോക്കിക്ക് ചിമ്പിട്ടാ. അമ്മ എൻ്റെ ഫോണുമേക്ക് വന്നിട്ട് ഐസ് വീണെന്നാണ് കാണുന്നത്. അവൻ അതിൻ്റെ അടിയിൽ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് വീഴില്ല കേട്ടോ. അവനുണ്ടല്ലോ ഇന്ന് ഡ്രൈ ഫുഡാണ് കൊടുത്തത്. ഇന്ന് വെറ്റ് ഫുഡ് വേണമായിരുന്നു അവന്. പക്ഷേ എനിക്ക് താഴെ പോയിട്ട് എടുക്കണം, താഴെ വെച്ചേക്കുന്നത്. അത് ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് വേണം അതിൻ്റെ ഒരു പിണക്കാൻ തോന്നണു അവനിന്ന്. ചെന്നിട്ട് വേണം അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വെറ്റ് ഫുഡും ഡ്രൈ ഫുഡും കൊടുക്കും. പക്ഷേ വെറ്റ് ഫുഡ് നമ്മളെപ്പോഴും കൊടുക്കില്ല. പക്ഷേ ദിവസത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം അവന് വെറ്റ് ഫുഡ് കൊടുക്കും. അപ്പോൾ അത് കൊടുക്കാത്തതിൻ്റെ ഒരു അവൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാ ഫീലിങ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിണങ്ങിയിരിക്കുന്നതൊക്കെ പെട്ടെന്ന് അവൻ്റെ മുഖം കണ്ട പെട്ടെന്ന് നമുക്കതൊക്കെ ഫീൽ ചെയ്യും. ചില സമയത്ത് ഭയങ്കരമായിട്ട് നമ്മളതിനെ ഇങ്ങനെ തുറിച്ചിങ്ങനെ നോക്കി നിൽക്കും. എവിടെ നിന്നാ ഈ ചാടി പൊടിഞ്ഞ് വരണേ? ഈ സ്നോയില് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവർ ഈ മഞ്ഞിൽ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവരെന്നെ അയച്ചിട്ടത്. ഒരു പ്രത്യേക രസം. അവരുകൾ കിടന്നിട്ട് ഈ മഞ്ഞിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ നീന്തും. കാരണം ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലല്ലോ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ മഞ്ഞിലൊക്കെ അവർ കിടന്ന് കുളിച്ച് നല്ല ഭംഗിയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചിട്ട് നീരുവീഴ്ചയൊന്നും വരത്തൊന്നുമില്ല. ഞാനും പോൾസൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറയായിരുന്നു പൂച്ചകൾക്കായിരുന്നാലും നീരുവീഴ്ചയ്ക്ക് വരുമോ. ആർക്കൊന്നും നീരുവീഴ്ചയൊന്നും വന്ന് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നമുക്ക് ബാക്കിലും കൂടിയിട്ട് ഒന്ന് പോയിട്ട് വരാട്ടെ. അമ്മ ഇതൊക്കെ നമ്മുടെ താറാവുകൾ ആക്കി വെച്ചേക്കുന്നതാണ് ഈ കാണണത്. അയ്യോ നമുക്കിവിടെ എന്തോരം പൂവുണ്ടായിരുന്നല്ലേ. നമ്മുടെ പൂവ് എല്ലാവരും പോയി. ഇത് നമ്മുടെ വെന്തിയാട്ടോ. അയ്യോ ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മൾ എല്ലാവരും നടണം. നമ്മൾ രണ്ടാമത് ഇനി നമ്മുടെ ഇവിടേക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊരു രസമല്ലേ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ അല്ലേ. നമ്മുടെ ഡാലിയ തോട്ടമാട്ടോ ഈ കാണുന്നത്. അവിടെ നമുക്ക് ക്രിസ്മസ് ട്രീയുടെ പോലത്തെ ഒരു മരം നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇനി ഞാൻ അകത്തേക്ക് പോട്ടെ. ഞാൻ അധികം നേരം ഞാൻ നിൽക്കണില്ല. അത് നമ്മുടെ പച്ചക്കറി തോട്ടം.
കോഴികൾ ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടാ, അവരിറങ്ങില്ല. അവിടെയൊക്കെ ഇങ്ങനെ ഇതുമേന്ന് ഇങ്ങനെ പിടിച്ചു നിൽക്കണ സ്നോ ഉണ്ടല്ലോ, ചില സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഇടിഞ്ഞുള്ള ഇങ്ങനെ വീഴും. വീഴുന്ന കാരണം നമ്മൾ പിന്നെ എപ്പോഴും ഇങ്ങനെ സ്നോ കാണുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് വലിയ ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും ആദ്യം ലൈഫിൽ സ്നോ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്താ നമ്മുടെ ചിമ്പുട്ടൻ വരുന്നുണ്ട്. ആ കാജലും ക്യാഷൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, എവിടെ പോയാവോ. പിന്നെ ചിമ്പു പിന്നെ നിങ്ങൾക്ക് അറിയാലോ എത്ര സ്നോയാ എത്ര മഴയാ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ ഉണ്ടെങ്കിലും അവൻ എൻ്റെ പിന്നാലെ വരും. ചെന്നിട്ട് വേണം അവന് വെറ്റ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ജാസ്മിൻ അകത്തുണ്ട് കേട്ടോ. അവന് പിന്നെ ചേച്ചിമാർ വന്നേക്കണ തന്നെ ഇപ്പോൾ വലിയ ഇഷ്ടമായി. എവിടേക്ക് ഓടണം. ചെറുപ്പം പലതും കാണിക്കുന്നേ. ഇങ്ങോട്ട് പോരെ, ഞാൻ പോവാ. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം നമ്മുടെ സ്നോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. നിങ്ങൾക്ക് ആർക്കും ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണോ. അപ്പോൾ ഇനി ഞാൻ അകത്തേക്ക് പോട്ടെടാ. എൻ്റെ കൈമേ ഞാൻ ഗ്ലൗസ് ഇട്ടുണ്ടായിരുന്നില്ല. കൈ സത്യം പറഞ്ഞാൽ ഫ്രീസായി. ചിമ്പു ബാ, ഫുഡ് തരാം ബാ. മുങ്ങിപ്പോവല്ലേ നീ അതിനകത്ത്. എന്താ പൊന്നി വാട്ടാ, മേടെ പൊന്നോട്ടും വാട്ടാ. ആസ്പിൻ എന്താ ഇവിടെ അകത്തുണ്ട് കേട്ടോ. അവനവിടെ സ്നോ വീഴുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവനവിടെ. ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള കാഴ്ച കേട്ടോ. ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴാണല്ലോ നമുക്ക് ഫുള്ള് ഇങ്ങനെ കുറേ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. ഇവിടെ രാത്രി നമ്മുടെ ചിമ്പു ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കാലിൻ്റെ അടയാളം ഞാനിവിടെ നേരത്തെ ഇതിൽ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. അവൻ മാത്രമേ അവിടെ കയറുള്ളൂ, വേറെ ആരും കയറത്തില്ല. അവന് നമ്മളിവിടെ ബാൽക്കണിയിൽ നമ്മളെ ഒരു കംഫർട്ടൊക്കെ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ഒരു ഹീറ്റിങ്ങിൻ്റെ ഒരു ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവന് ചില ദിവസങ്ങളിലൊക്കെ അവൻ അവിടെ വന്ന് കിടക്കും. അപ്പോൾ അവൻ്റെ കാൽപ്പാടുകളാണ് കാണണത്. ചിമ്പോ അപ്പോൾ ഉണ്ടല്ലോ ഇന്നലെ ഇവിടെ നല്ല സ്നോ ആയിരുന്നല്ലോ. ഇന്നിപ്പോൾ ഇവിടെ നേരം വെളുത്തോട്ടോ. ഇതാ നോക്കിക്കേ, സ്നോ ഒന്നും പോയിട്ടില്ല. സ്നോ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ താറാവിനും കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തീറ്റ പക്ഷേ കൂട്ടിലില്ലാന്നേ. ഈ ഗരാജിൽ പോയിട്ട് ഞാൻ എടുത്ത് കൊണ്ടുവരണം. ഇതാ ഇവിടെ സ്നോയ്ക്ക് നോക്കിക്കേ, ഇവിടെ ചില സ്ഥലത്തൊക്കെ ക്രിസ്റ്റലൊക്കെ പോലെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ നോക്കിക്കേ ക്രിസ്റ്റൽ പോലെയൊക്കെ കിടക്കുന്നുണ്ട്. ഇതിനെ അങ്ങോട്ട് നടന്ന് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. പിന്നെ നമ്മുടെ ചിമ്പുട്ടനുണ്ടല്ലോ അവിടെ മുകളിൽ ബാൽക്കണിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു അനക്കം കേൾക്കുമ്പോൾ അവനവിടെ നിന്ന് ഇറങ്ങി വരും. അതാ കുഴപ്പം. ഞാൻ അതായത് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം അല്ലെങ്കിൽ തണുപ്പത്തെ ചെറുക്കന് ഇപ്പോൾ ഓടി വരും കേട്ടോ. നിങ്ങൾ നോക്കിക്കുക, എൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഓടി വരും. പക്ഷേ ഞാൻ വലിയ സൗണ്ടൊക്കെ ഉണ്ടാക്കാണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. ആൾ കിടക്കുന്നത് അവിടെ മുകളിൽ ബാൽക്കണിയുടെ ഉള്ളിലാണ് അവനവിടെ കിടക്കുന്നത്. അപ്പം താറാവുകൾക്കും കോഴികൾക്കൊക്കെ നല്ല വിശപ്പുണ്ട്. അവർ സൗണ്ട് കേട്ടില്ലേ, അത് കാരണം അവർക്ക് എന്തായിരുന്നാലും ഫുഡ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ സ്റ്റെപ്പൊക്കെ ഞാനൊന്നൊന്ന് ഇറങ്ങട്ടെ കേട്ടോ.
കവർ എടുത്തിട്ടുണ്ട്. ഈ കവറിലാണ് ഞാൻ നിറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം അല്ലെങ്കിൽ തീറ്റ വലിയ ചാക്കാണല്ലോ. അപ്പോൾ അത് അവിടെ നിന്ന് ഇപ്പോൾ ഈ സ്നോയിൽ എനിക്ക് അവിടെ നിന്ന് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അത്യാവശ്യത്തിന് അവിടെ ഇപ്പോൾ പോയിട്ട് കവറിൽ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ തീറ്റ ഞാൻ സാധാരണ ഇറങ്ങട്ടെ കേട്ടോ. സാധാരണ ഞാൻ വിൻ്ററൊക്കെ ആകുമ്പോൾ തീറ്റ ഞാൻ കൂടുതൽ കൂട്ടിൽ കൊണ്ടുവന്ന് ഞാൻ സ്റ്റോർ ചെയ്യാറുണ്ട്. മര്യാദയ്ക്ക് പിടിച്ചിറങ്ങിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലവണ്ട തീരും. ഇത് നമ്മുടെ കോഴികൾക്ക് താറാവുകൾക്കും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിരുന്നതാണ്. അതിൻ്റെ മുകളിലൊക്കെ ഐസായി നമ്മുടെ പൂക്കൾ നോക്കിക്കേ. ഇത് നമ്മുടെ ഇതാട്ടാ ഡാലിയപ്പൂ, ഇതാ നമ്മുടെ വെന്തിപ്പൂ. എല്ലാവരും പോയി. അടുത്ത വർഷം നമ്മൾ ഇത് നല്ല സൂപ്പറായിട്ട് നമ്മൾ ഉണ്ടാക്കും. പിന്നെ ഇവിടെ നാളെ മഴ പറഞ്ഞിട്ടുണ്ട്. അയ്യോ കോഴികളൊക്കെ അവരെന്നെ നോക്കിയിരിക്കണ്ട. അവരൊക്കെ എന്നെ നോക്കി ഇരിക്കണ്ട കേട്ടോ. അവർക്ക് തീറ്റയും വേണം വെള്ളവും വേണം. വെള്ളം കൊണ്ടുവന്നിട്ടില്ല. തീറ്റ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വേണം വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരാരും പുറത്തേക്ക് അങ്ങനെ എല്ലാവരും അവരവിടെ നിന്ന് നടന്നിട്ടാണ്. അവിടെ അത് കണ്ടില്ലേ, അഴുക്ക് കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ടാപ്പും തുറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഇനി തണുപ്പൊക്കെ മാറി സമ്മറാകുമ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് എടുക്കും. ഇപ്പം നമുക്ക് വെള്ളമൊന്നും പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ ഓസിലെയും വെള്ളമൊക്കെ ഇപ്പോൾ ഫ്രീസ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ പോയിട്ടേ അവരുടെ കരച്ചിൽ കേൾക്കാൻ വയ്യ എനിക്ക്. അപ്പോൾ അവരുടെ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ട് വയ്യ. പോയി ഫുഡ് എടുത്തിട്ട് ഓടി വരാം. ഈ കോഴികൾക്കൊക്കെ ഇപ്പോൾ പ്രായമായിട്ടുണ്ട്. ഇവർക്കിപ്പോൾ ഒരു 4 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ ചെറുപ്പമൊക്കെ ആയിരുന്ന സമയത്ത് ഇവർക്ക് തണുപ്പ് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവർ സുഖമായിട്ട് നടക്കാറുണ്ടായിരുന്നു സ്നോയിൽ. ഇപ്പോൾ ഈ കോഴികൾ അധികം അങ്ങനെ സ്നോയിൽ നടക്കണില്ലാന്ന്. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയണില്ല. ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരട്ടെ. ചിമ്പു ഞാനിവിടെ അകത്ത് കയറിയപ്പോഴേക്കും ചിമ്പൂടെ എത്തിയിട്ടാ. ചിമ്പു അപ്പം എൻ്റെ ഉറക്കം അല്ല ചിമ്പുതാ ഞങ്ങളുടെ അകത്ത് കയറിയപ്പോഴേക്കും ചിമ്പു എത്തിയിട്ടോ. ഉറക്കുമ്പോൾ അറിയാം. ഇറങ്ങിയോണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനവിടെ തീറ്റ എടുക്കാൻ വേണ്ടി ഗരാജിലേക്ക് പോയല്ലോ. ഞാൻ ഫുഡ് കൊടുക്കട്ടെ. എന്തിനാ മോനെ എഴുന്നേറ്റ് ഇപ്പോൾ? ഇപ്പം ഞാൻ പോരാ. എൻ്റെ ജാക്കറ്റൊക്കെ മാറ്റിയിട്ട് അത് നമ്മുടെ ചിമ്പൂട്ടനെ എത്തിയപ്പോഴേക്ക് നമ്മുടെ ക്യാഷും എത്തിയിട്ടാ. ക്യാഷൊക്കെ രാവിലെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയതാ. ഇവിടെ നമ്മൾ കുറേ നമ്മുടെ പുറത്ത് ചെടികളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കണ്ട. റോസുമ്മ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാജലിനെ കാണാനില്ല കേട്ടോ. ക്യാഷിനെ കാണാനുള്ളു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിമ്പൂട്ടന് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളെന്താ ക്യാഷിന് കൊടുക്കാത്തതെന്ന്. ക്യാഷിന് നമ്മൾ രാവിലെ ഫുഡ് കൊടുത്താട്ടാ. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് അറിയില്ല. എന്തോരം കിട്ടിയാലും അവർ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ക്യാഷിന് കൊടുക്കാത്തത്. ഓൾറെഡി നന്നായിട്ട് തീറ്റ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല തടി വയ്ക്കുന്നുണ്ട് ഒറ്റങ്ങളൊക്കെ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങും. അതാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റി വെച്ച് കൊടുത്തത്. എന്തോരം ഫുഡാണ് കഴിക്കാമെന്നറിയാം. കാജലും ക്യാഷിനും ഭയങ്കര വിശപ്പാണ്. എനിക്ക് തോന്നുന്നു അവരിപ്പോൾ വലുതാവണ സമയമാണല്ലോ. പിന്നീടല്ലോ നമ്മുടെ ഈ പൂച്ചകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ചെവിടിൻ്റെ മുകളിൽ ഒരു ചെവിട് കട്ട് ചെയ്തേക്കുന്നുണ്ട്. അത് ഇവർ ഇവിടെ പുറത്ത് നടക്കുന്ന പൂച്ചയുണ്ടല്ലോ. അപ്പോൾ ഇവരെ നമ്മൾ കൊണ്ടുപോയിട്ട് ന്യൂട്രൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സ്ട്രീറ്റിൽ നടക്കുന്ന പൂച്ചകൾ ന്യൂട്രൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെവിട് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്. കണ്ട, അത് നമ്മുടെ ചിമ്പൂട്ടിൻ്റെയും ചെയ്തിട്ടുണ്ട്, മറ്റേ പൂച്ചയുടെയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ മിനിക്ക് ഇരിക്കുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കില്ല. വേറെ എന്തെങ്കിലും ഒരു പണി വേണ്ടേ. അപ്പം നമ്മുടെ ചിമ്പൂട്ടൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അവൻ അങ്ങനെ കുറേ ഫുഡൊന്നും കഴിക്കില്ല. ആവശ്യത്തിന് കഴിക്കുള്ളൂ. അടുത്ത ആൾ ഇപ്പോഴും അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം കുറേ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ല അസുഖം വരും. അതേപോലെ കഴിക്കുന്നേ ഫുഡ്. അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഇനിയിപ്പോൾ കുറേ പേര് എന്നെ കംപ്ലൈൻറ്റ് പറയുന്നത് എനിക്ക് മനസ്സിലായി. നിങ്ങളെന്താ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാത്ത പൂച്ചയല്ലല്ലോ. എന്നെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ അറിയാലോ. അത് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കാത്തത്. ചിമ്പൂസി ചിമ്പൂട്ടിൻ്റെ ഉറക്കം മാറിയിട്ടില്ല. അപ്പി ചെറുക്കുന്നിട്ട് കാണിക്കണേ. ഇതാ അവിടെ നമ്മുടെ താറാവുകൾ അതേ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഐസിൽ കളിക്കുന്നുണ്ട്. അവിടെ
ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇവരൊക്കെ ഉള്ളതാണ് നമുക്ക് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ. അല്ലെങ്കിൽ തണുപ്പാലൊക്കെ ആകുമ്പോൾ വേറെ ഒന്നും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണില്ലല്ലോ. പക്ഷെ ഇവർക്ക് തീറ്റ വെള്ളം കൊടുക്കലൊക്കെ ഒരു പണിയാണ്. എന്നാലും അതൊക്കെ ഒരു സന്തോഷമാണ് നമുക്ക്. ഇനി ഞാൻ മറ്റേ പൂച്ചകളെ കാണിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയും നമ്മുടെ ആസ്പിൻ എന്താ കാണിക്കാത്തത്, ആസ്പിൻ്റെ ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടതാണ് ഈ കാണണത്. ചിമ്പ് സ്നോയിൽ നടന്ന് പോയിട്ട് അവിടെ പോയിട്ട് ഇരിക്കട്ടെ. ചിമ്പുവിൻ്റെ മേത്ത് ഞാൻ എപ്പോഴും പറയേ, ചിമ്പുവിൻ്റെ മേത്ത് ഫുള്ള് കമ്പിളി പതപ്പാന്ന്. കാരണം ചിമ്പുവിന് അത്രയ്ക്കധികം തണുക്കില്ല. കാരണം അവനെടുക്കുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് കമ്പിളി എടുത്ത് നമ്മൾ മേത്ത് വയ്ക്കുന്ന പോലെ അവനെടുക്കുമ്പോൾ. പിന്നെ ചില സമയത്തുണ്ടല്ലോ അവൻ്റെ കാണുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പാവമായിട്ട് തോന്നണം. ചില സമയത്ത് ഭയങ്കര ദയനീയമായിട്ട് നമ്മളിങ്ങനെ നോക്കും അവൻ. ചില സമയത്തുണ്ടല്ലോ, ചില സമയത്ത് ഇങ്ങനെ അവൻ നോട്ടത്തിന് ഭയങ്കര പ്രത്യേകതയാണ്. ചില സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണിങ്ങനെ ചിമ്മാണ്ട് ഇങ്ങനെ തുറിച്ച് തന്നെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അവിടെ താറാവുകൾ വെള്ളത്തിൽ അവിടെ ഐസിൽ കളിക്കുന്നുണ്ടല്ലോ, അത് നോക്കിയിട്ടിരിക്കുന്നതാണ് ചിമ്പുവിനെ അവരെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൻ കുഞ്ഞുനാളിൽ അവരുടെ കൂടെയായിരുന്നു തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനെ പിന്നെ അങ്ങനെയുള്ള അവനെ കണ്ടുപിടിച്ചത്. അതേ അടുത്ത ആൾ ഇതാ പോണു. ഇത് ഞാൻ നടന്നു കേട്ടോ, ഇത് ഇത്രയ്ക്ക് വലിയ കുഴിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരത് നോക്കിയിട്ട് അതുമേ പോവുള്ളൂ. ഇവരുടെ കാല് ചെറുതാണല്ലോ കണ്ടിട്ട് പോടിഞ്ഞ് അതിൻ്റെ തട്ടിപ്പുറത്തോട്ട് പോകാൻ പറഞ്ഞു. അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോണതാ. ചിമ്പോ ചിമ്പോ കണ്ട ആ സ്നേഹം കണ്ട, അവനെ ഇറങ്ങിപ്പോയതാ. ഞാൻ വിളിച്ച് കഴിയുമ്പോൾ അവൻ എന്നതാണ്ട. അവൻ നമ്മളകത്ത് കയറ്റാറുണ്ട് കേട്ടോ. നല്ല തണുപ്പാക്കി വരുമ്പോൾ നമ്മൾ അവനകത്ത് കൊണ്ടുവന്ന് കിടത്താറുണ്ട്. പക്ഷെ അവൻ അകത്ത് അധികം നിൽക്കുന്നത് ഇഷ്ടമില്ല. അവന് പുറത്ത് കിടന്നിട്ട് ശീലിച്ചാനേ അവന് കുറച്ച് നേരം അകത്ത് നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ അവന് പുറത്തേക്ക് പോകണം. നമ്മൾ അവിടെ കിടക്കണോടത്ത് അവന് നല്ല കംഫർട്ടും പിന്നെ നമ്മളൊരു ഹീറ്റിങ്ങിൻ്റെ ചെറിയൊരു ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിമ്പു